ഉല്ലാസ് ബാബു, വിദ്യാഭ്യാസ നയം പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും സംസ്ഥാനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്താണ് അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറിയത്. ഇവിടെ നോക്കൂ, 1966 NEP അനുസരിച്ച് ത്രിഭാഷാ നയം അത് സജസ്റ്റ് ചെയ്തതാണ്. തമിഴ്നാട് സ്വീകരിച്ചിട്ടില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ പോലും തമിഴ്നാട് ത്രിഭാഷാ നയം സ്വീകരിച്ചിട്ടില്ല. അവിടെ ദ്വിഭാഷാ നയമാണ്. അവിടെ ഇംഗ്ലീഷും തമിഴും മാത്രമേ ഉള്ളൂ. 1986 വിദ്യാഭ്യാസ നയത്തിലാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ തുടങ്ങാൻ സജസ്റ്റ് ചെയ്തത്, നിർദ്ദേശിച്ചത്. കേരളം അത് അക്സെപ്റ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ത്രിഭാഷാ നയം കേരളം അക്സെപ്റ്റ് ചെയ്തു. അതേസമയം 1986 പോളിസി അനുസരിച്ച് തമിഴ്നാട് നവോദയ വിദ്യാലയങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഓരോ കാലഘട്ടത്തിലും സംസ്ഥാനങ്ങൾ ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസത്ത ഉയർത്തിപ്പിടിച്ച് അവർക്ക് സ്വീകരിക്കാവുന്നത് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 2020 NEP-യിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള സംസ്ഥാനങ്ങൾ അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ഫണ്ടുകളും തടഞ്ഞു വെച്ച് സാമ്പത്തികമായി ഉപരോധിച്ച് ഈ സംസ്ഥാനങ്ങളെ ഞെരുക്കുക എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? ഇതിലൊരു രാഷ്ട്രീയമേ ഉള്ളൂ അഭിലാഷേ. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ കുതിപ്പിനോടൊപ്പം നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികളും കുതിക്കുക, അവരുടെ എല്ലാ തരത്തിലുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും ഭാവി ഭാരതത്തിന് ഉപയോഗപ്രദമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഭാരതത്തിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് സകലവിധ മേഖലകളിലുള്ള വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയപ്പെടുന്ന പോസിറ്റീവായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്നോ BJP ഭരിക്കുന്നോ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ഭരിക്കുന്നോ എന്നുള്ളതിലല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഈ ചർച്ച നയിക്കുന്ന ശൈലിയിലും അങ്ങനെയല്ല നോക്കേണ്ടത്. മറിച്ച് ഒരു സർക്കാരിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ നയം എന്ന് പറയപ്പെടുന്നത് പൊതുസമൂഹത്തിൽ വളർന്നു വരുന്ന യുവതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന കാര്യമാണ് എങ്കിൽ അതിനെ പരിപൂർണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് അത് ഏത് സർക്കാരുകളും സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ അംഗീകരിക്കപ്പെടണമെന്നാണ് BJPയുടെ അവകാശവാദം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നോക്കൂ, നല്ല ലാബ് ഉണ്ടാകുന്നതുകൊണ്ടോ നല്ല ലൈബ്രറി ഉണ്ടാകുന്നതുകൊണ്ടോ നല്ല ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടാകുന്നുണ്ടോ സ്മാർട്ട് ക്ലാസ് ഉണ്ടാകുന്നതുകൊണ്ടോ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടോ കുട്ടികൾ കാണാപ്പാഠ സിസ്റ്റത്തിൽ നിന്ന് പ്രായോഗിക പഠനശൈലിയിൽ ഉണ്ടാകുന്നത് കൊണ്ടോ അധ്യാപകർക്ക് പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ പരിശീലനങ്ങൾ കൊടുക്കുന്നത് കൊണ്ടോ കുട്ടികളുടെ അവിടുത്തെ എൻവയോൺമെൻറ്റൽ സ്റ്റൈലിൽ മാറ്റം വരുത്തുന്നത് കൊണ്ടോ സോളാർ സിസ്റ്റം വരുന്നത് കൊണ്ടോ നല്ല മാലിന്യ സംസ്കരണ പ്ലാന്റുകളുള്ള ആ ഒരു ശൈലി വരുന്നത് കൊണ്ടോ ആ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠന ശൈലികളിൽ മാറ്റം വരുന്നത് കൊണ്ട് അത് കുട്ടികൾക്ക് ഗുണകരമാണ് എങ്കിൽ എന്തിനാണ് ഒരു സർക്കാർ ആ കുട്ടികളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നത്? എന്തിനാണ് ആ സർക്കാർ കുട്ടികളുടെ അവകാശത്തെ 2 വർഷത്തോളമായിട്ടും മാറ്റിവെച്ചത്? അവിടെ പരിപൂർണമായി ഉല്ലാസ് ബാബു, ഈ പറയുന്ന പശ്ചാത്തല സൗകര്യ വികസനം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടക്കാതിരിക്കുന്നുണ്ടോ? 60% ഫണ്ട് കേന്ദ്ര സർക്കാർ കൂടി സെലക്ടഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾ എന്ന നിലയിൽ സെലക്ട് ആയ സ്കൂളുകൾക്ക് ലഭ്യമാവുന്നു എന്നതൊഴിച്ചാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം ഈ പറയുന്നതുപോലെയുള്ള സംവിധാനങ്ങളില്ലാതെ അപര്യാപ്തമായി നിൽക്കുകയല്ലോ. പോയിന്റ് അതല്ല. ഇപ്പോൾ കേന്ദ്രത്തിന്റെ കൂടി ഫണ്ട് അവിടെ വന്നാൽ ഗുണകരം തന്നെ. പക്ഷെ ഈ കാര്യം പറഞ്ഞ് കേരളത്തിന്റെ സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട് തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ആദ്യമാണ്. നേരത്തെയും കേന്ദ്രം സജസ്റ്റ് ചെയ്യുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്, സ്വീകരിക്കാതിരുന്നിട്ടുമുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും ആ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാറുള്ള ഫണ്ടുകൾ ഇതുപോലെ തടഞ്ഞു വെച്ചിരുന്നില്ല. ഈ എംബാർഗോ എന്തിനാണ് കേരളം പോലൊരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒന്നുമില്ല അഭിലാഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയവും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയവും രണ്ടാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികൾ അത് പൊതുസമൂഹത്തിലെ സംസ്ഥാനങ്ങളിലെ വ്യക്തികൾക്കുള്ള അവകാശങ്ങളാണ്. അതൊരു സർക്കാരിൻ്റെ ഔദാര്യം മാത്രമല്ല, അതൊരു സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന ജനങ്ങളുടെ അവകാശം കൂടിയാണ്. അത് കൃത്യമായി ദീർഘവീക്ഷണത്തോടുകൂടി ദിശാബോധത്തോടുകൂടി ഒരു സർക്കാർ ഭംഗിയായി അവതരിപ്പിച്ച് മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സംസ്ഥാനം രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി തെറ്റാണ്. നോക്കട്ടെ, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ അഭിലാഷ് ഓർമ്മയുണ്ടല്ലോ, PM ആവാസ് യോജന ലൈഫ് മിഷനായി മാറിയില്ലേ, MGNREA അയ്യങ്കാളി പദ്ധതിയായി മാറിയില്ലേ, സ്വച്ഛ് ഭാരത് മിഷൻ ശുചിത്വ മിഷനാക്കി ഇവിടെ കൊണ്ടുവന്നില്ലേ, PM കൃഷി സഞ്ജയ് യോജന KM മാണി മൈക്രോ പദ്ധതിയായി വന്നില്ലേ, ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതിയായില്ലേ, NHRM ആർദ്രം പദ്ധതിയായി വന്നില്ലേ, PM ഉജ്ജ്വല യോജന ഫിലമെന്റ് രഹിത കേരളമായി വന്നില്ലേ, PM ഗരീബ് കല്യാൺ യോജന സൗജന്യ റേഷൻ പദ്ധതിയായി വന്നില്ലേ, PM മാതൃവന്ദന യോജന
മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീമായി വന്നില്ലേ, അടൽ മിഷൻ ഫോർ റിജനുവേഷൻ അർബൻ ട്രാൻസ്ഫോർമേഷൻ അമൃത കേരളമായി വന്നില്ലേ, PM സുകന്യ സമൃദ്ധി യോജന, വാത്സല്യ നിധി പദ്ധതിയായി വന്നില്ലേ. അപ്പൊ ഇവിടെയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളം പേരുമാറ്റിക്കൊണ്ട് കേരളം പൊതു ഇതിലെ കേന്ദ്ര വിഹിതവും കേരള വിഹിതവും തമ്മിലുള്ള കൃത്യമായ കണക്ക് പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അപ്പൊ താങ്കൾ പറയുന്ന പോലെ കേന്ദ്രത്തിന്റെ പദ്ധതികൾ, നരേന്ദ്രമോദിയുടെ പണം ഇവിടെ നിന്ന് കേരളത്തിന്റെ പദ്ധതിയായി അവതരിപ്പിച്ചു എന്ന് പറയും. ഇപ്പൊ നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ PMAY പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഗ്രാമങ്ങളിൽ ഒരു വീട് പണിയാൻ വേണ്ടി കൊടുക്കുന്നത് എത്ര രൂപയാണ്? 80,000 രൂപയാണ്. കേരളത്തിൽ 80,000 രൂപയ്ക്ക് ഒരു വീട് പണിയാൻ പറ്റുമോ? കേരളത്തിൽ 4 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷനും മറ്റു തരത്തിൽ ലൈഫ് മിഷൻ വഴിയുള്ള കോൺട്രിബ്യൂഷനും വായ്പ അടക്കം ചേർത്തിട്ടുള്ള തുകയാണ്. അങ്ങനെയേ പറ്റൂ. അല്ലാതെ ഈ 80,000 രൂപ കേന്ദ്രം കൊടുക്കുന്നത് കൊണ്ട് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെതാണ്, കേന്ദ്രത്തിന്റെ പേര് മാറ്റി ലൈഫ് ആക്കിയതാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയാണ് കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും തമ്മിൽ കൃത്യമായ താരതമ്യം നമുക്ക് ഈ പദ്ധതിയുടെ കാര്യത്തിലും വ്യക്തമാണ്. ഇതിപ്പോ മോദിയുടെ പദ്ധതി, മോദിയാണോ പ്രശ്നം ചോദിച്ചാൽ 40% കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഷെയറാണ്. അവിടെയാണ് PM-ന്റെ ലോഗോയും മറ്റു കാര്യങ്ങളും വേണ്ടി വരുന്നത്. PM-ന്റെ എന്ന് ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയുടെ പടം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കേന്ദ്ര സംസ്ഥാന സംവിധാനം മുന്നോട്ട് പോകുന്ന സമയത്ത് 60% കേന്ദ്രത്തിൻ്റെയും 40% സംസ്ഥാനത്തിൻ്റെയും വിഹിതവുമായി നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ കൃത്യമായിട്ട് പരസ്പര ശൈലിയിൽ കൃത്യമായി നടപ്പിലാക്കേണ്ടതാണ്. ഇവിടെ എന്താണ് നടപ്പിലാക്കുന്നത്? എന്തിനാണ് ഇവർ പൈസ നഷ്ടപ്പെടുന്നത്? ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പദ്ധതികൾ എന്തടിസ്ഥാനത്തിലാണ് അവർ മാറ്റിവെച്ചത്? അഭിലാഷിൻ്റെയും ഉല്ലാസ് ബാബുവിൻ്റെയും ജിൻഡോ ജോണിൻ്റെയും അമൃത് കുമാർ അതുപോലെ തന്നെ BN ഹസ്കറുടെയും അച്ഛനും അമ്മയ്ക്കും 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതിയെ എന്തടിസ്ഥാനത്തിലാണ് നേരം വൈകി ഇവിടെ നടപ്പിലാക്കിയത്? ഓട്ടോറിക്ഷക്കാർക്ക് കിട്ടുന്ന ESI പദ്ധതിയുടെ ഭാഗമായി റിക്ഷാവാല പദ്ധതി കൊണ്ടുവന്ന സമയത്ത് എന്തടിസ്ഥാനത്തിലാണ് ഇവർ മുടക്കി വെച്ചത്? അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ BJPക്ക് അനുകൂലപ്രദമാകുമോ എന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാതിരിക്കുമ്പോൾ അവർ നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ പ്രയാസമാണ്. ആ പ്രയാസത്തെ കാണാൻ കേരള സർക്കാരിന് കഴിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, കേരള സർക്കാർ ഒരു തീരുമാനമെടുത്താൽ കേരളത്തിനകത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്നതോ BJP ഭരിക്കുന്നതായിട്ടുള്ള പഞ്ചായത്തുകൾ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം അത് അംഗീകരിക്കാതിരുന്നാൽ ആ കാശ് ഈ സംസ്ഥാന സർക്കാർ പാസ്സാക്കി കൊടുക്കുമോ? ഇല്ല, അതിൽ ആപ്സായി പോകുന്നില്ലല്ലോ. അപ്പൊ ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയത്ത് ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നു വരുന്ന കുട്ടികളുടെ സൗകര്യങ്ങളെ, അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ ഇവരെ തടഞ്ഞു വെക്കാൻ ശിവൻകുട്ടിക്ക് എന്ത് അധികാരം? CPM സർക്കാരിന് എന്ത് അധികാരം? ആ അധികാരമില്ല. അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന് അധികാരം. പകരം അവർക്ക് അർഹതപ്പെട്ട, അവർക്ക് അവകാശപ്പെട്ട ഒരു സർക്കാർ കൊടുക്കുന്ന അവകാശങ്ങളെ, അവരുടെ സൗകര്യങ്ങളെ അവരിലേക്ക് കൃത്യമായി എത്തിക്കാൻ പ്രാപ്തിയുള്ള സർക്കാരിന്റെ ഭാഗമായി നിൽക്കേണ്ടവർ ആ പ്രാപ്തി കാണിക്കാതെ വരുന്നിടത്താണ് ഇവിടെ പ്രയാസം ഉണ്ടാകുന്നത്. എല്ലാ പദ്ധതികളും ഇവർ കാണിക്കുന്നുണ്ട്.